കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം. 1 തിമോഥെയോസ് 4 അധ്യായം 1 വാക്യം. എന്നാൽ ഭാവികാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. വ്യാജ വാഗ്ദാനങ്ങൾ നൽകി സാധാരണക്കാരെ പറ്റിക്കുന്ന വലിയ മാഫിയ സംഘങ്ങൾ എല്ലാ മേഖലകളിലും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന കാലയളവാണിത്. അതിൻ്റെ തിക്താനുഭവങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നുമുണ്ട്. ആത്മീയ മേഖലയെ പുതിയ മേച്ചിൽപ്പുറമായി കാണുന്നവർ കറക്ക് കമ്പനികൾ ഉണ്ടാക്കി ഇറക്കുമതി ചെയ്യുന്ന പുത്തൻ ചരക്കുകൾ ചക്കയരക്ക് പോലെ വിട്ടാലും വിടാത്തതാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും നഷ്ടപ്പെടാൻ ബാക്കി ഒന്നുമില്ലാത്ത അവസ്ഥയിലായിരിക്കും. സകല വ്യാജന്മാരുടെയും പിന്നിൽ വ്യാപരിക്കുന്നത് സാത്താനാണ്. ഏദനിൽ ഹവ്വായുടെ അടുക്കൽ വന്ന് പറഞ്ഞത്, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നീ ദൈവത്തെ പോലെ ആകുമെന്നാണ്. സ്വന്തം രൂപത്തിലും ആകൃതിയിലും മതിപ്പില്ലാത്തവരാണ് മറ്റ് പലതിനെയും അനുകരിക്കുന്നത്. സാത്താന്റെ വ്യാജ വലയത്തിൽ കുരുങ്ങിപ്പോയ ഹവ്വ ദൈവത്തെ പോലെ ആയില്ല എന്ന് മാത്രമല്ല, ഉള്ള രൂപം നഷ്ടപ്പെടുകയും ചെയ്തു. 119 സങ്കീർത്തനം 104 വാക്യം. താൽക്കാലിക ലാഭത്തിനായി ഒരിക്കലും വ്യാജമാർഗം തിരഞ്ഞെടുക്കരുത്. മീക 1:14 വാക്യം. നമ്മുടെ വീടുകൾ ഒരിക്കലും വ്യാജഗൃഹം ആയിരിക്കരുത്. 1 പത്രോസ് 2:1 വാക്യം. വ്യാജ പാപം ഉണ്ടാകരുത്. പുറപ്പാട് പുസ്തകം 23 അധ്യായം 1 വാക്യം. വ്യാജ വർത്തമാനം പരത്തരുത്. അങ്ങനെയുള്ളവരിൽ വ്യാപരിക്കുന്നത് പിശാചാണ്. അവരിലും അവരുടെ വീടുകളിലും സാത്താന്റെ ആത്മാവ് അധിവസിക്കാനിടയാകും. നമ്മിൽ ആർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവിക മാർഗത്തിൽ സഞ്ചരിപ്പാൻ ദൈവകൃപ നിന്ന് സഹായിക്കും. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.